നമ്മളുടെ പ്രിയപ്പെട്ട സുരേഷ് പട്ടേട്ട് അച്ഛനെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വേർപാട് അറിഞ്ഞ സമയം മുതൽ നമ്മളൊന്നായിട്ട്, സഭയൊന്നായിട്ട്, ഇടവകയൊന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. CBSലെ അംഗമെന്ന നിലയിൽ അദ്ദേഹം എല്ലാ രൂപതകളോടും നമ്മുടെ സഭയോടും വളരെ അടുത്ത് ഇടപെട്ടുകൊണ്ടിരുന്നയാളാണ്. MCBS വിശുദ്ധ കുർബാന കേന്ദ്രമാക്കി ഉള്ള വൈദിക സമൂഹമാണ്. നമ്മളുടെ സ്വർണ്ണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രിഗേഷനാണ് MCBS. കുർബാന അവർക്ക് ജീവനാണ്. കുർബാനയുടെ അർപ്പണം, കുർബാനയുടെ ആരാധന, കുർബാനയുടെ ദൈവശാസ്ത്രമെല്ലാം ആഴത്തിൽ പഠിച്ച് നമ്മുടെ സഭയെയും വളർത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കോൺഗ്രിഗേഷനാണ് MCBS. എനിക്ക് ആ സമൂഹത്തിൽപ്പെട്ട ധാരാളം അച്ഛന്മാരെ എൻ്റെ സഹപാഠികളും സ്റ്റുഡൻസും മേലധികാരികളും എല്ലാമായിട്ട് വളരെ അടുത്ത് പരിചയമുണ്ട്. സുരേഷ് നമ്മുടെ പാലാരപതിയിലെ വെള്ളികുളം ഇടവക്കാരൻ ആണ്. നല്ല ഒരു കുടുംബം, മാതൃകാപരമായി ജീവിച്ച് കർത്താവിൻ്റെ ദേവാലയത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു കുടുംബമാണ്. വലിയ കലാകാരനാണ്. പല അവസരത്തിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ആവിഷ്കാരമാണല്ലോ ക്രൈസ്തവ കലകള്. അതെല്ലാം ജീവിതത്തിൽ ആവിഷ്കരിച്ച ഒരു കുടുംബമാണ്. അതെല്ലാം കണ്ട് കേട്ട് വളർന്ന് വന്ന അച്ഛനായിരുന്നു നമ്മുടെ സുരേഷച്ചൻ. അപ്രതീക്ഷിതമായ സമയത്ത് അദ്ദേഹത്തിന് ടൈഫോയിഡ് പിടിക്കുകയും പല ചികിത്സകളും അവർ പരിശ്രമിച്ചെങ്കിലും ദൈവത്തിൻ്റെ വിളിക്ക് ഉത്തരം കൊടുക്കേണ്ടി വന്നു. ദൈവമാണ് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ദൈവത്തിൻ്റെ മേശയിൽ നിന്ന് പരിശുദ്ധമായ കുർബാനയും രഹസ്യങ്ങളും ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന് പിന്നെ നിത്യതയാണുള്ളത്. ചുരുങ്ങിയ സമയമല്ല. അതുകൊണ്ട് എന്നും എല്ലാ കാലത്തും ദൈവത്തെ സ്മരിക്കാനുള്ള വിശുദ്ധ കുർബാന തന്നെയായിട്ട് അദ്ദേഹത്തിന് ഈശോയുടെ നിശ്ചയിലിരിക്കാം. ദേവാലയത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എടുക്കുമ്പോൾ നമ്മൾ വൈദികരെ എടുത്ത് കുരിശ് വരയ്ക്കുന്നത് പോലെയാണ്. വിശുദ്ധ കുർബാനയ്ക്കുള്ളിൽ കുരിശുണ്ട്, ശ്ലീവായുണ്ട് എന്ന് തോമസ് അക്വീനാസിനെ പോലെയുള്ളവർ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അതാണ്. ഒരു പുരോഹിതന്റെ ഉള്ളിലും ശ്ലീവായാണ്. അദ്ദേഹം മരിക്കുമ്പോൾ നമ്മൾ ആദ്യം മദ്ബഹായിൽ മുട്ടിക്കുന്നു, പിന്നെ ഇടത്തും വലത്തും ആനവാദത്തിലും നമ്മൾ ആ ഭൗതിക ശരീരം കൊണ്ട് പള്ളിക്കകത്ത് കുരിശ് വരയ്ക്കുകയാണ്. വിശുദ്ധ കുർബാന എന്താണോ, ഈശോയുടെ ശ്ലീവ എന്താണോ, അതാണ് ഒരു പുരോഹിതനും അതായിരുന്നു എന്ന് വൈദികര് തന്നെ അദ്ദേഹത്തെ എടുത്ത് ശ്ലീവ രൂപത്തിൽ പ്രദക്ഷിണം നടത്തി പിന്നെ വീട്ടുകാർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ വാർത്തകൾ ഉപസംഹരിക്കട്ടെ. അച്ഛൻ നമുക്ക് ഭൗതികമായ ചിന്തയിൽ നോക്കിയാൽ നഷ്ടമാണ്, വേദനയാണ്. എല്ലാ വേദനകളും അർത്ഥം നമ്മൾ കണ്ടെത്തുന്നത് ഈശോയിലാണ്. ഈശോ പിന്നീട് ഒരിക്കലും നമ്മളെ ഇന്ന കാരണം കൊണ്ടാണ് ഇന്ന മരണം, ഇന്ന വേദന വന്നത് എന്ന് ആരോടും പറയാറില്ല. നമ്മൾ ദൈവിക രഹസ്യത്തിന്റെ അടയാളമായിട്ട് ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. അപ്പോഴാണ് ഈ വേർപാടിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അൽഫോൻസാമയും ശവറപ്പുണ്യവാനും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ആശംസിച്ച് എന്റെ വാക്ക്